പ്രധാനമന്ത്രി നാളെ മണിപ്പൂരിലേക്ക് എത്തുകയാണ്. 2023 വംശീയ കലാപത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കുന്നത്. ഇംഫാലിലും ചുരാചന്ദ്പൂരിലുമാണ് മോദി സന്ദർശിക്കുക. മോദിയുടെ സന്ദർശനത്തിന് തൊട്ടു മുൻപേ ചുരാചന്ദ്പൂരിൽ പോലീസും പ്രദേശവാസികളും ഏറ്റുമുട്ടി. ER രാഗേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി കലാപം ഉണ്ടായതിനു ശേഷം പലകുറി ഈ വിഷയം ചർച്ചയ്ക്ക് പ്രതിപക്ഷം കൊണ്ടുവന്നിട്ട് പോലും മണിപ്പൂർ എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ തയ്യാറായില്ല പ്രധാനമന്ത്രി എന്ന വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനൊടുവിൽ പ്രധാനമന്ത്രി നേരിട്ട് മണിപ്പൂരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അത്രത്തോളം വലുതാണ്. പക്ഷേ പ്രധാനമന്ത്രി എത്തുന്നതിന് തൊട്ടു മുമ്പും പ്രദേശം അത്രത്തോളം ശാന്തമല്ല എന്നതാണോ സാഹചര്യം? 2023 മെയ് മാസത്തിലാണ് മണിപ്പൂരിൽ വംശീയ കലാപം ഉണ്ടാകുന്നത്. കുക്കികളും മെയ്തേകളും തമ്മിലുള്ള ആ കലാപത്തിൽ 260-ലധികം പേർ മരിച്ചു. 100 കണക്കിന് ആളുകൾക്ക് സ്വന്തം ജന്മനാട് വിട്ട് പോകേണ്ടി വന്നു. പലർക്കും വീടുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ പലരും കഴിയുന്നത് ക്യാമ്പുകളിലാണ്. അത്തരം സാഹചര്യം വളരെ ഗുരുതരമായിട്ട് പോലും പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തിയിരുന്നില്ല. പല സംഘടനകളുടെ ഭാഗത്തുനിന്ന് നിരന്തരം അഭ്യർത്ഥന ഉണ്ടായിരുന്നു സന്ദർശിക്കണമെന്ന്. പ്രതിപക്ഷം നിരന്തരം ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുന്നില്ല എന്ന്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് പിന്നീട് കടുത്ത വിമർശനം പോലും അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടായി. അപ്പോൾ പോലും അത്തരമൊരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇപ്പോൾ കലാപം തുടങ്ങി ഏതാണ്ട് 2-2.5 വർഷത്തോട് അടുക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. നാളെയാണ് അദ്ദേഹം മണിപ്പൂരിലെത്തുക. 2 മേഖലകളിലാണ് പ്രധാനമായും സന്ദർശിക്കുന്നത്. ഒന്ന് ഇംഫാലിലാണ്, രണ്ടാമത് ചുരാചന്ദ്പൂരിലാണ്. ഈ 2 സ്ഥലങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, സവിശേഷതയുണ്ട്. കാരണം ഇംഫാൽ എന്ന് പറയുന്ന തലസ്ഥാനത്തിനേക്കാൾ ഉപരിയായി അത് മെയ്തേയ് ഭൂരിപക്ഷ മേഖല കൂടിയാണ്. അവിടെയാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ഒരു പ്രദേശം. രണ്ടാമത്തേത് ചുരാചന്ദ്പൂരിലാണ്. ചുരാചന്ദ്പൂരിൻ്റെ പ്രത്യേകത അത് കുക്കി ഭൂരിപക്ഷ മേഖലയാണ്. കുക്കികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് തന്നെ പറയാം. ഈ 2 മേഖലകളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യത്തെ പരിപാടി അത് ചുരാചന്ദ്പൂരിലാണ്. അവിടെ പീസ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി എത്തുക. അതിനുശേഷമാണ് ഇംഫാലിലെ കാംഗ്ല കോട്ടയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ചില വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 8500 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. അതിൽ തന്നെ 7300 കോടി രൂപയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ ശിലാസ്ഥാപന ചടങ്ങുകൾ നടക്കുക ചുരാചന്ദ്പൂരിലെ കുക്കി ഭൂരിപക്ഷ പ്രദേശത്താകും. അതിനുശേഷം ഇംഫാലിൽ നടക്കുന്ന ചടങ്ങിൽ 1200 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഒരുപക്ഷെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പുനരധിവാസ പാക്കേജ് അടക്കമുള്ള പ്രഖ്യാപനങ്ങളിലേക്കും പ്രധാനമന്ത്രി കടന്നേക്കും. അങ്ങനെ ചില ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഈ വൈകിയ വേളയിലാണെങ്കിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ അത്രത്തോളം ശാന്തമല്ല അവിടെ സാഹചര്യം. കാരണം ചില വിമത സംഘടനകളെങ്കിലും ബഹിഷ്കരണ ആഹ്വാനം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. 6 വിമത സംഘടനകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ കുക്കി സംഘടനകൾ ഒന്നടങ്കം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവർ ഇതിനെ ചരിത്രപരമായ സന്ദർശനം എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നതെന്ന് കൂടി എന്ന പ്രതികരണം കൂടി കുക്കി സംഘടനകളുടെ ഭാഗത്തുനിന്നായി വരുന്നു. കാരണം ചുരാചന്ദ്പൂർ അടക്കമുള്ള മേഖലകളിലേക്കൊരു പ്രധാനമന്ത്രി എത്തിയിട്ട് ഏതാണ്ട് 4 പതിറ്റാണ്ടായി എന്ന പ്രതികരണമാണ് കുക്കി സംഘടനകൾ നടത്തിയിട്ടുള്ളത്. കാരണം ഏറ്റവും അവസാനം അവിടെ ചുരാചന്ദ്പൂർ മേഖലയെ സന്ദർശിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. അത് 88-ലാണ്. അതിനുശേഷം ഒരു പ്രധാനമന്ത്രി ആദ്യമായി പ്രദേശത്തെത്തുന്നു. അത് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു എന്ന പ്രതികരണമാണ് കുക്കികളുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം കുക്കികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് മണിപ്പൂരിൽ നിന്ന് ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി പ്രത്യേകിച്ച് കുക്കി ഭൂരിപക്ഷ മേഖലകളെ മാറ്റണം, അങ്ങനെ ഒരു പ്രഖ്യാപനം കേന്ദ്രത്തിൻ്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കുക്കി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ വാദം ഇപ്പോഴും ഈ ഘട്ടത്തിലും അവർ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ചുരാചന്ദ്പൂരിലാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി 8 മണിയോടുകൂടി സംഘർഷമുണ്ടായത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി എത്തുന്ന ഗ്രൗണ്ടിനോട് സമീപമാണ് അവിടെ ചില അക്രമികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയത്. കാരണം പ്രധാനമന്ത്രി സന്ദർശനത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിരുന്നു, ഫ്ലക്സുകളൊക്കെ തന്നെ സ്ഥാപിച്ചിരുന്നു. അത് അക്രമികൾ തീയിട്ടു. അതിനുശേഷം അവിടെ സ്ഥാപിച്ച ബാരിക്കേഡുകളൊക്കെ തന്നെ തകർത്തു. അങ്ങനെ പോലീസും പ്രദേശവാസികളും തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഇപ്പോൾ ഈ മേഖലയിലടക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ, CR രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.